പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ കൊച്ചു ഉദാഹരണം പറയാം. അതായത് എൻ്റെ പെങ്ങൾക്ക്, എനിക്കൊരു പെങ്ങളാണുള്ളത്, ഒരു പെങ്ങൾ കന്യാസ്ത്രീയാണ്. അപ്പോൾ ഇളയ പെങ്ങൾക്ക് ഒരു കല്യാണം കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ടും 3-2 കൊല്ലമായിട്ടും കുട്ടികളില്ല. അപ്പം ഞാനത് അമ്മയോട് പറഞ്ഞു, അമ്മയെ എല്ലാവരും വന്ന് കൃപാസനത്തിൽ പ്രാർത്ഥിച്ച് അവർക്കൊക്കെ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ ചോദിക്കത്തില്ലേ, ഇത് അച്ഛൻ്റെ പെങ്ങൾക്ക് എന്താ കൊച്ചില്ലാത്തത് എന്ന് ചോദിക്കത്തില്ലേ. അപ്പം അത് ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഞാനിത് മനുഷ്യൻ്റെ ഈ വിഷയം അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഉടനെ 2 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി. ഇനി രസം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ആരും ഇല്ല. കാര്യം എൻ്റെ ചേട്ടായി മരിച്ചുപോയി, അപ്പം മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അച്ഛനാണെങ്കിൽ ഞാൻ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പെങ്ങളുടെ കാര്യത്തൊക്കെ പോയി അന്വേഷിക്കുക ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ചെയ്യണില്ല, അവർ തന്നെ ഇപ്പം എല്ലാം ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല മനുഷ്യരായതുകൊണ്ട് അവരിതൊക്കെ ആ കാലങ്ങൾ ചെയ്തായിരുന്നു നല്ലവണ്ണം. എങ്കിലും പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോഴും പ്രസവിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വെച്ച് കുട്ടിയെ പ്രസവിച്ചെങ്കിലും ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുട്ടിക്ക് നീര് വന്ന് കയറി കൊച്ചു വല്ലാണ്ട രീതിയിലായി, ഒരുതരം മഞ്ഞ നിറമായി നീരമായി ഇരിക്കണം. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് മലദ്വാരമില്ല. അത് വലിയൊരു ട്രാജഡിയായി. കിട്ടിയ കൊച്ചല്ലേ, അപ്പോൾ കുട്ടിക്ക് മലദ്വാരം ഇല്ല. അതുകൊണ്ടാണ് ഈ പാല് കുടിക്കണതെല്ലാം ഇങ്ങനെ പുറത്ത് പോകാതെ ഇങ്ങനെ തങ്ങി കൊച്ച് വെറുതെ വിറുത്ത് ഇരിക്കും. പിന്നെ എമർജൻസി ആയിട്ട് ഞാനന്ന് തൈക്കപ്പള്ളി താമസിക്കുക, പള്ളി ജോലിയാണ്. രാത്രി 2 മണിക്ക് എന്നെ വിളിപ്പിച്ച് ഞാൻ വണ്ടി എടുത്ത് മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ കൊച്ചിങ്ങനെ മരിക്കാൻ പോകേണ്ട കണ്ടീഷനായി. അപ്പം ഞാൻ ഓടി രാത്രി മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴുണ്ട് ഞാൻ കാണുന്ന കാഴ്ച, ഡോക്ടർ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടണം. അന്ന് മുതൽ എനിക്ക് ഡോക്ടർമാരെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം വന്നത്. അതായത് ഞാനിവിടുത്തെ ഗവൺമെൻറ് ഡോക്ടർമാരൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് പ്രാക്ടീസ് ഉള്ളത് കാരണം അവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആൾക്കാർ അവർ വേണ്ട വിധം നോക്കത്തില്ല. നമ്മൾ പ്രൈവറ്റ് പ്രാക്ടീസിൽ അനുസരിച്ച് വീട്ടിൽ ചെന്ന് കാണുന്ന രോഗികളെയാണ് അവർ ആശുപത്രിയിൽ നോക്കണം എന്നുള്ള ധാരണയാണ് ആൾക്കാർ പറഞ്ഞ ധാരണയാണ്. ഞാനും പിന്നെ എപ്പോഴും മെഡിക്കൽ കോളേജിലൊക്കെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും പോകുന്നത് കാരണം അവിടുത്തെ സിറ്റുവേഷനും ആൾക്കാരുടെ ആവലാതിയെ കൊണ്ട് എനിക്കും അറിയാം അതിൻ്റെ പകുതി സത്യമാണെന്ന്. അതുകാരണം എനിക്ക് ഇവരോട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് മാനസികമായിട്ട് യോജിപ്പില്ലായിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോഴേ ഒരു നേഴ്സ് പോലും ഇല്ലാതെ ഈ ഡോക്ടർ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടണം ഞാൻ കണ്ടത്. തിയേറ്ററിലോട്ട് ഒറ്റയ്ക്ക് പോയി. കാര്യം ആ സമയത്ത് നേഴ്സിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല. 1.5 മണിക്കൂർ ഡോക്ടർ തിയേറ്റർ അടച്ചിട്ടിട്ട് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്ത്, ഒരു സഹായമില്ലാതെ. അങ്ങനെയുള്ള ഡോക്ടർമാരുണ്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ. ഞാൻ പിന്നെ അദ്ദേഹത്തെ പ്രത്യേകം പോയി കണ്ട് നന്ദി പറഞ്ഞു. കാര്യം ഒരു മാനുഷികതയേക്കാൾ ഉയർന്ന ഒരു നിലവാരമുള്ളവർ നമ്മുടെ ആശുപത്രികളിലുണ്ട്, ഡോക്ടർമാർ, ഗവൺമെൻറ് ആശുപത്രികളിൽ പ്രത്യേകിച്ച്. അപ്പം ഈ കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്തിട്ട് മലദ്വാരം വെച്ച് പിടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അത്രയും പണി അദ്ദേഹം ചെയ്ത് ഒരു ക്യാവിറ്റി ചേഞ്ച് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണതാണ്. ഈ കുട്ടി മുറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴും ഞാൻ എല്ലാ ദിവസവും എൻ്റെ ജോലി കഴിയുമ്പോൾ രാത്രി ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോയി ഞാൻ കൊച്ചിനെ കാണാൻ തൊട്ട് പ്രാർത്ഥിക്കും. കാര്യം പെങ്ങളെ അറിയിച്ചിട്ടില്ല ഈ കുട്ടിക്ക് ഇങ്ങനെയാണെന്നുള്ള കാര്യം. അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മനോനില തന്നെ മാറിപ്പോവും. അപ്പോഴത് വലിയ വിഷയം അറിയിക്കാതെ തന്നെ അവർ വേറെ ഒരു ബെഡിൽ വേറെ ആശുപത്രിയില്ല. അപ്പോൾ ഈ 21 ദിവസം അങ്ങനെ പോയി. 21 ദിവസം. അപ്പോൾ 21 ദിവസത്തെ പ്രാർത്ഥന
ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് 21 ദിവസത്തെ പ്രാർത്ഥന. ഞാൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, കൊച്ചിൻ്റെ വയറെ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. 20ാമത്തെ ദിവസം കുട്ടി മരിച്ചുപോയി. പക്ഷെ ഞാൻ ദൈവത്തോട് ഒരു കാരണവശാലും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. നിങ്ങളാണെങ്കിൽ വേണമെങ്കിൽ ചില ആൾക്കാർ 6 മാസം പ്രാർത്ഥിക്കാതെ നടക്കും. ഇവിടേക്കാണ് പ്രശ്നം വന്നത്. ഇത്രയും പ്രാർത്ഥിച്ചതാണല്ലോ, ഇങ്ങനെ ട്രാജഡിയിലുള്ള കുഞ്ഞായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് കുഞ്ഞിനെ തന്നത്? കുഞ്ഞിനെ കാണിച്ച് കൊതിപ്പിച്ചിട്ട് അവസാനം കൊന്നു കളഞ്ഞല്ലോ, എന്ത് വേണമെങ്കിലും ആൾക്കാർക്ക് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ദൈവത്തോടൊന്നും മിണ്ടരുത്. ഞാൻ അപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി അവിടെ ഇട്ടിട്ട് ഞാൻ പെങ്ങളുടെ ആശുപത്രി വന്ന് രാത്രി വന്നിട്ട് ഇവളോട് പറഞ്ഞ്, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവുകയാണ്. നിനക്ക് ദൈവം ഇതിനേക്കാൾ ഭംഗിയുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരും. ഈ കുഞ്ഞിനെ നീ ദൈവത്തിനെ ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സംസാരം കേട്ടപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ തന്നെ ഉള്ളതാണ് അവൾക്ക് എൻ്റെ രീതികൾ അറിയാവുന്നതുകൊണ്ട് അവൾക്ക് മനസ്സിലായി കുഞ്ഞിനെ കർത്താവ് തിരിച്ചെടുത്തെന്ന് മനസ്സിലായി. അപ്പോഴത് കണ്ണു നിറഞ്ഞാണെങ്കിലും അത് എന്നോട് പറഞ്ഞ് ശരി അച്ഛാന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞിരിക്കണത്, ഇനി ഒരു വർഷത്തേക്ക് പ്രഗ്നൻ്റ് ആകാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനി ഒരു വർഷത്തേക്ക്, ആ പ്രഗ്നൻസിൻ്റെ കോംപ്ലിക്കേഷനായിരുന്നു, ഇനി ഒരു വർഷത്തേക്ക് പ്രഗ്നൻ്റ് ആകാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റായി. ആ കുഞ്ഞിനെ കർത്താവ് തന്നു. പിന്നെ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റായി, ആ കുഞ്ഞിനെയും കർത്താവ് തന്നു. ഇപ്പം എന്തെങ്കിലും വശകേട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ, എന്തെങ്കിലും വശകേട് ദൈവത്തിനെതിരെ ഒരു നിരാശയെങ്കിലും മതിയാവും. ഒരു നിരാശയെങ്കിലും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സംഭവം നിശബ്ദമായ നിരീശ്വരത്വമാണ് നിരാശയെന്ന് പറയണത്. അതായത് നിങ്ങളത് എഴുതിയിട്ടോ മനസ്സിൽ. അടുത്താരെന്ന് ഞാൻ പഠിച്ച് പറയണതല്ല, കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്. നിശബ്ദമായ നിരീശ്വരത്വമാണ് നിരാശയെന്ന് പറയണത്. നമ്മളൊന്നും പറഞ്ഞില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നി. കാര്യം മനസ്സിൽ തോന്നണത് പോലും ദൈവം വിശ്വാസമായിട്ടോ അവിശ്വാസമായിട്ടോ രേഖപ്പെടുത്തും. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിൽ തോന്നുന്നത് പോലും ദൈവം വിശ്വാസമായിട്ടോ അവിശ്വാസമായിട്ടോ രേഖപ്പെടുത്തും. കാര്യം ആ രക്തസ്രാവക്കായ രോഗിയുടെ സംഭവമില്ലേ? ഇപ്പം നമ്മൾ 8:40 ഒക്കെ വായിക്കുമ്പോൾ എന്താ പറയണത്? തൻ്റെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, അതായത് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ മനസ്സിൽ കരുതിയിരുന്നുവെന്നാണ്. അപ്പോൾ അവളൊന്നും പറയണില്ല, അവിടെ മനസ്സിലുള്ള കരുതലാണ് ശരിക്കും പറഞ്ഞാൽ. അവൻ്റെ വസ്ത്രത്തിലെങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ മനസ്സിൽ ഉള്ളിൽ കരുതിയിരുന്നു. ആ വിശ്വാസത്തെയാണ് ഈശോ വുമൺ യുവർ ഫെയ്ത്ത് ഇസ് സോ ഗ്രേറ്റ് എന്ന് പറയണത്. നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറയണത് പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസത്തെ അല്ല. മനസ്സിലായ? നമ്മൾ അത്തരം കൊണ്ട് പറഞ്ഞിട്ടുള്ള വിശ്വാസത്തെ മാത്രമല്ല വലിയ വിശ്വാസമെന്ന് പറയണത്. വുമൺ യുവർ ദ ഫെയ്ത്ത് ഈസ് സോ ഗ്രേറ്റ് എന്ന് പറയണത്, നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞത് ഒരു പക്ഷേ അധരം കൊണ്ട് പ്രഖ്യാപിക്കാത്ത വിശ്വാസമാണ്. അധരം കൊണ്ട് പ്രഖ്യാപിക്കാത്ത വിശ്വാസം ഹൃദയം കൊണ്ട് പ്രഖ്യാപിച്ച വിശ്വാസമാണ്. അത് പക്ഷേ സ്വരമില്ലാത്ത നിശബ്ദ പ്രഖ്യാപനമാണ്. നിൻ്റെ നിശബ്ദ പ്രഖ്യാപനം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വലിയ വിശ്വാസമാണെങ്കിൽ, നിൻ്റെ നിശബ്ദ നിരാശ ദൈവ തിരുസന്നിധിയിൽ വലിയ അവിശ്വാസവും നിരീശ്വരത്വവുമാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനോട് ഒത്തുപോകുന്നൊരു വചനമാണ് അതിൻ്റെ മുകളിലുള്ള വചനം. എന്താ മക്കളെ നമ്മൾ വചനം നോക്കണമെന്നറിയാവോ? ഈ വചനം നമ്മൾ പഠിച്ചാൽ ആ വചനം സത്യമായ വചനമായിരിക്കും. വ്യാഖ്യാനിക്കണമെങ്കിൽ പോലും ഈ സത്യവചനത്തെ വ്യാഖ്യാനിച്ചാൽ മാത്രമേ സത്യവ്യാഖ്യാനമാകത്തുള്ളൂ, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനമാകും. ഇപ്പം നമ്മൾ ദൈവത്തെ അല്ല കേൾക്കണത്, ആ പറയുന്ന ആളിൻ്റെ കസറത്താണ് കേൾക്കണത്. നമ്മൾ ദൈവത്തെയാണ് അതായത് കർത്താവിൻ്റെ അടുത്താറ് എന്ന് ദൈവജനം കേൾക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്. വേറെ ആരെയും കേൾക്കാൻ പറ്റത്തില്ല, കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ദൈവത്തിൻ്റെ വചനമല്ലാതെ എന്തെങ്കിലും പള്ളിയിരുന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാം, ഒരു സംശയമില്ല. കാര്യം അത് കേൾക്കാൻ വേണ്ടി നമ്മൾ വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ വേറെ കഥാപ്രസംഗത്തിലോ ചന്തല കേൾക്കാം. ദൈവത്തിൻ്റെ വചനമല്ല അൾത്താറയിൽ നിന്ന് പറയണത് എങ്കിൽ നിങ്ങൾക്ക് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോകാം, ഒരു പ്രശ്നമില്ല. എന്താ കാര്യം? നമുക്ക് ദൈവത്തോടാണ് ആദ്യത്തെ ബാധ്യത. കാര്യം അദ്ദേഹം പറയണത് ദൈവത്തിൻ്റെ വചനമല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് ചില കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും സാഹിത്യകാരന്മാരുടെ കവിതകളും ഓയനക്കുറിപ്പിന് നമുക്ക് അൾത്താറെന്ന് കേൾക്കേണ്ട കാര്യമില്ല. വയലാർ രാമവർമ്മന് നമുക്ക് അൾത്താറെന്ന് കേൾക്കേണ്ട കാര്യമില്ല. അപ്പം എഴുന്നേറ്റ് പോകാം. എന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന ആൾക്കാർ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അവിടെ അഭിഷേകപ്രതി പ്രകാരമല്ലാതെ അവരോർക്കുന്നത് വേറെ ആരോ സാംസ്കാരിക നായകന്മാരെ പ്രഘോഷിക്കാനുള്ള ഇടമല്ല അൾത്താറ. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, എന്ത് രസമായി വചനം നോക്കിയേ. എഫെസ്യസ് 2:7 അവിടുന്ന് ഏറ്റു പറഞ്ഞേ, അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാര്യങ്ങളിൽ തന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലെ അപരിമേയമായ ദൈവത്തിൻ്റെ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമെന്നർത്ഥം. പിടിയോ? മറ്റുള്ളവരുടെ അതായത് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ അപരിമേയമായ കാരുണ്യം
പ്രകടമാക്കാൻ, ദൈവത്തിൻ്റെ കാരുണ്യം പ്രകടമാക്കാൻ ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ഈ കാര്യങ്ങൾ കണ്ടെത്തണം. ഈ കാര്യങ്ങളുടെ ഐഡൻറ്റിറ്റി എന്തായിരിക്കും? ഇത് ദൈവം ചെയ്ത കാര്യമാണ്, ദൈവത്തിൻ്റെ അപരിമേയമായ കൃപാദാനങ്ങൾ വെളിവാക്കാൻ വേണ്ടി ഈ കാര്യം ദൈവം ചെയ്തതാണ്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് മിക്കവാറും ഉള്ള കാര്യങ്ങൾ നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്തായിരിക്കും, നമ്മുടെ യോഗ്യതകളുടെ അപ്പുറത്തായിരിക്കും, നമ്മുടെ മെറിറ്റിൻ്റെ അപ്പുറത്തായിരിക്കും. അപ്പോൾ ദൈവത്തിലെ നീ ചിന്തിക്കണം. എന്താ ചിന്തിക്കണ്ടേ? നിൻ്റെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ, ഇപ്പം ചില ഹാർട്ടിന് ആയിട്ട് ബുദ്ധിമുട്ടുള്ള ഈ ചിലർക്ക് ഈ ശ്വസിക്കാനുള്ള കഴിവ് കുറവല്ലേ, പമ്പിങ് കുറവുള്ള ആൾക്കാരുണ്ടാകും. ഇപ്പോൾ ഡോക്ടർ അവരോട് പറയും നിങ്ങൾ പ്രഗ്നൻ്റ് ആകരുതെന്ന് പറയും. ചില ഡോക്ടർ പറയും കുഴപ്പമില്ല, പനി വരാതെ സൂക്ഷിക്കാൻ പറയും. അപ്പോഴെന്താ, നമ്മളുടെ മെറിറ്റാണത്, നമ്മുടെ യോഗ്യത അത്ര, നമ്മുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. പനി വന്നാൽ ഈ രോഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, പനി വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പ്രഗ്നൻ്റായ ഹാർട്ട് രോഗികളാണെന്നുണ്ടെങ്കിൽ അപോഷണ സാധ്യതയുണ്ട്, തള്ളയ്ക്ക് കേടുണ്ടാകും. എന്നിട്ടും എത്രയോ മനുഷ്യർ പ്രസവിച്ചു, എത്രയോ മനുഷ്യർക്ക് പനി വന്നിട്ട് അവരിന്ന് ജീവിച്ചിരിക്കുന്നു. അപ്പോഴെന്താണ്? അത് നമ്മളുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ്. അതാണ് അവിടുന്ന് യേശുക്രിസ്തുവിൽ, എഫേസ്യർ 2:7, അവിടുന്ന് യേശുക്രിസ്തുവിൽ, ഏറ്റു പറഞ്ഞേ, അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തന്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. അപ്പൊ ദൈവത്തിന്റെ കൃപാസമൃദ്ധി വ്യക്തമാകേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യണം? നമ്മുടെ യോഗ്യതയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. പീഡിയോ ദൈവത്തിൻ്റെ കൃപാസമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വ്യക്തമാകാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തെ അറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയെ അറിയാൻ ദൈവം യേശുക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അവിടുന്ന് യേശുക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം പ്രവർത്തിച്ചത്. ഞാൻ വീണ്ടും ആ വചനങ്ങൾ വായിച്ചത്, ഇത് എഫേസ്യർ 2:7. അതായത് യേശുക്രിസ്തുവാണ് എൻ്റെ കേന്ദ്രബിന്ദു. നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളുടെയും കേന്ദ്രബിന്ദു യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ആയിരിക്കണമെന്ന് പിതാവായ ദൈവത്തിന് നിർബന്ധമാണ്. നിർഭാഗ്യവശാൽ നിത്യരക്ഷയുടെ ഒരു ഉപാധിയായിട്ട് മാത്രമാണ് പലപ്പോഴും ക്രിസ്തു പ്രഘോഷിക്കപ്പെടുന്നത്. ക്രിസ്തു ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ക്രിസ്തു തന്നെയാണ് ദ പോയിൻ്റ് ഓഫ് റെഫറൻസ്, നമ്മളുടെ പരാമർശിതമായ അടിസ്ഥാനം. ക്രിസ്തുവിനെ, അതായത് അച്ഛൻ പറഞ്ഞത് ഇനി കുറച്ചുകൂടി ലളിതമായിട്ട് പറയാം. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ, കഴിവുകേട്, നിസ്സഹായത, ഇപ്പം മരുന്ന് കഴിക്കുന്നു പക്ഷേ രോഗം മാറുന്നില്ല,
അപ്പോൾ ഡോക്ടർ പറയുന്നു, എൻ്റെ കയ്യിൽ എനിക്കറിയാവുന്ന മരുന്നെല്ലാം തന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾ ആശുപത്രി വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. അങ്ങനെ എത്ര രോഗികളോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ആ എത്ര രോഗികൾ സൗഖ്യപ്പെട്ട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ ചെയ്യാതെ സേവനയോടെ ഇരിപ്പുണ്ട്. ഒരു ദിവസം രാത്രി ഒരു മകളെ കൊണ്ടുവന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവന്നു അല്ലേ, കുഞ്ഞിൻ്റെ മകളെയും കൊണ്ടുവന്നു. ആ കുഞ്ഞ് മരിച്ചു പോയൊരവസ്ഥയാണ്. അതിതുപോലെ കൈവിട്ടതാണ്, ആശുപത്രി കൈവിട്ടതാണ്. ഒരു രാത്രിത്തെ ഒരു പ്രാർത്ഥനയാണത് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്, അമ്മയും രക്ഷപ്പെട്ടു. ആ അമ്മയുടെ ജീവിതത്തിലും എത്രയോ തരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടായി. 6 വർഷം മറ്റേ ഡൈവേഴ്സായി നിന്ന്. അപ്പോഴും ഈ മനുഷ്യൻ പിടിവിടാതെ കർത്താവിനെ തന്നെ കണ്ണീരോടെ, പിന്നെ അയാളുടെ ജീവിത പങ്കാളിയും അതുപോലെ ഒരാളാണ്. എനിക്ക് തോന്നുന്നത് ഒരു സ്ത്രീധനമെന്ന് പറയണത് ദൈവത്തെ പിടിപാടുള്ള ഒരു പെണ്ണാണ്. അവരുടെ സ്ത്രീധനം അതാണ്. ദൈവത്തെ ഇപ്പം നമ്മുടെ ജീവിത പങ്കാളി എക്സോറോ പുരുഷനോ സ്ത്രീയോ ആയിക്കൊള്ളട്ടെ, പുരുഷധനമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ പിടിപാടുള്ള ആളാണ് പുരുഷൻ, ദൈവത്തെ പിടിപാടുള്ള ആളാണ് ഭാര്യ. എങ്കിൽ അത് തന്നെയാണ് അവിടെ ധനമെന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയ ധനം പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്കാണ് ആ ധനം കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരാജയപ്പെട്ട് വരേണ്ടത്. ഇപ്പം ഈ അവളുടെ ആ പ്രസവത്തിനിടെ മഞ്ഞപ്പിത്തം കയറി, കരളിന് കയറി, കുഞ്ഞു മരിക്കണ അവസ്ഥയിലായി, ദിവസങ്ങളോളം ആശുപത്രി കിടന്നു. പിന്നീട് അവർ ഡൈവേഴ്സായി. ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഡൈവേഴ്സായി, അവർ പിരിഞ്ഞ് താമസിച്ചു. അപ്പോൾ ഞാനിവിടുത്തെ മൊത്തം പോയി പോകുന്നുള്ള രീതിയിൽ ഞങ്ങളെ എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തൊരു സമയമുണ്ട്. അപ്പോഴും ഞാനും ഈ ശിവരേട്ടനും വൈഫും കൂടി ഒറ്റ നിപ്പ് നിന്ന് കണ്ണീരോടെ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു വന്നു, ഐക്യപ്പെട്ട് ജീവിച്ച്. ഇപ്പോഴും ഐക്യപ്പെട്ട് തന്നെയല്ലേ ജീവിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വിഷയം എന്ന് പറയണത്. നമ്മൾ ഒരു പ്രാർത്ഥനയിലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാവും. എൻ്റെ മക്കളെ, അവസാനം എന്താണെന്നറിയാവോ? അവസാനം അവശേഷിക്കണം എന്താണ്? ഈ പ്രതിസന്ധി തന്നെ. പ്രതിസന്ധിയിലൂടെ നമ്മൾ എന്ത് നേടിയെടുത്തു? ഈ പ്രതിസന്ധി കാലങ്ങളിൽ നിങ്ങൾ പ്രതിസന്ധി വന്നെന്ന് പറഞ്ഞ് നിരാശപ്പെടരുത്. ഒരിക്കൽ കർത്താവ് ഇടപെട്ടു, അതിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ മാനുഷികമായ എന്തെങ്കിലും പൈശാചിക ഇടപെടലുണ്ടായി, വീണ്ടും പരാജയപ്പെട്ടു. അപ്പോഴും നിങ്ങൾ ആ പരാജയം അംഗീകരിക്കരുത്. എന്താ കാര്യം? നമ്മൾ ആശ്രയിക്കുന്നത് വിജയിച്ചവൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. വിജയിച്ച കാര്യം, ഓരോ പ്രതിസന്ധികളിലുമാണ് നമ്മൾ കൃപയെ നേടിയെടുക്കുന്നത്. കൃപ നേടിയെടുക്കുന്നത് പ്രതിസന്ധി കാലഘട്ടത്തിലാണ്, അല്ലാതെ നല്ല കാലഘട്ടത്തിലല്ല. പ്രതിസന്ധി കാലഘട്ടത്തിലാണ് നമ്മൾ കൃപയെ അപ്പം കൃപയെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് യേശുക്രിസ്തുവിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. യേശുവിൻ്റെ ഒരു ഇടം, അതായത് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ കാരുണ്യം കാണിക്കാൻ പറ്റുന്ന ഒരു സമയം, ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ കാരുണ്യം കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമാണ് കർത്താവിൻ്റെ ആ തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ മേൽക്കൂര പൊളിച്ച് താഴോട്ടിറക്കിയ കർത്താവിൻ്റെ സൗഖ്യം ലഭിച്ച ഒരു സംഭവമില്ലേ? എല്ലാ സൗഖ്യങ്ങളെയും അതിലംഘിക്കുന്ന ഒരു സംഭവമാണത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നോൺസെൻസ് ഏർപ്പാടാണ്. ഞാൻ എപ്പോഴും ഇരുന്ന് ചിന്തിക്കുന്നത്, എന്ത് ഇങ്ങനെ മേൽപ്പുര, അതായത്
ആ തടവായ രോഗിയെ കൊണ്ടുവരുന്നു. ഇപ്പം വിശുദ്ധ ലൂക്കാ സുവിശേഷം 5:19 സംഭവം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 5:19. ആ തടവായ രോഗിയെ കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവർ താമസിച്ചു പോയി. അതല്ലേ സംഭവിച്ചത്. ഇവർ താമസിച്ചു പോയി. സമയത്തിൻ്റെ കുഴപ്പം വന്നവിടെ. ഇവർക്ക് മുമ്പേ വേറെ ആൾക്കാർ വന്നു. വീടിനകത്ത് കയറി, പിന്നെ വാതിക്കൽ നിന്ന് അവസാനം വാതിക്കൽ പോലും നിൽക്കാൻ ഇടയില്ലാത്ത അവസ്ഥയായി. കാര്യം മീൻസ് അവർ കൊണ്ടുവന്ന ആൾക്കാർ താമസിച്ചു പോയതാണ്. കാര്യം തറവാട് രോഗിയെ മിക്കവാറും മൂത്രവും മലവും എല്ലാം കട്ടിലെ തന്നെ ആയിരിക്കും. ഈ 2 സന്നദ്ധ സേനകൾ ചെന്നിട്ട് ഈ മനുഷ്യനെ കണ്ട് അയാളെ കൊണ്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഉടുപ്പൊക്കെ ഇടിച്ചൊക്കെയാണ് ഇയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. കട്ടിലേക്ക് കിടത്തി. ആ സമയത്ത് നാട്ടുകാരകത്ത് കയറി. നമുക്ക് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? തടവായ രോഗിയെ കുളിപ്പിക്കാൻ കൊണ്ടുവരാൻ പറ്റുക? അയാളുടെ മലമൂത്രങ്ങളെല്ലാം ആ കട്ടിലെ തന്നെയാണ്. ആ പായെല്ലാം മാറ്റി ദൂരെ വെയിലത്തെറിഞ്ഞ് അയാളെ കൊണ്ട് കുളിപ്പിച്ച് അതായത് ഒരു മനുഷ്യനെ ദൈവത്തെ കാണിക്കാൻ വേണ്ടി മലമൂത്രങ്ങൾ വരെ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരുന്ന ആ മനുഷ്യരില്ലേ, അവർ സുവിശേഷത്തിന് മുമ്പുള്ള മനുഷ്യരാണ്. യേശുക്രിസ്തു തൻ്റെ വിശുദ്ധമായ രക്തത്താൽ കൃപ നേടുന്നതിന് മുമ്പുള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണ് പത്രോസിനെ പാതാളത്തിൽ പോയിട്ട് കുറേ ആൾക്കാർ അവിടുന്ന് കൊണ്ടുവരേണ്ടി വന്നത്. രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന മുമ്പ് രക്ഷയുടെ സുവിശേഷത്തിന് അരൂപിയിൽ ജീവിച്ച മനുഷ്യരുണ്ടായിരുന്നു. രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന മുമ്പ് രക്ഷയുടെ സുവിശേഷത്തിൻ്റെ അരൂപിയിൽ ജീവിച്ച മനുഷ്യരെ ദൈവം തള്ളിക്കളയത്തില്ല. അതുകൊണ്ടാണ് പത്രോസിന് പാതാളത്തിൽ പോയി കർത്താവിന് പാതാളത്തിൽ ചെന്ന് അവിടെയുള്ള ആത്മാക്കളെ വീണ്ടെടുക്കേണ്ടി വരുന്നത് കാര്യം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. എന്താണ് സത്യം? അതായത് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്, അതുപോലെ തന്നെ രക്ഷണീയ കൃത്യം പൂർത്തിയാക്കി വീണ്ടെടുപ്പ് ശുശ്രൂഷ ചെയ്തതെല്ലാം ഇതുപോലെ സൽപ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയല്ല. ചില ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. ക്രിസ്തു ഉപവിപ്രവർത്തനങ്ങൾ, ഇപ്പം നമ്മൾ കരുണയുടെ വർഷം ആചരിച്ചു, കരുണയുടെ പ്രവൃത്തികൾ ചെയ്തു. ഇനി ചില സമയത്ത് പരിശുദ്ധ പിതാവും അഭയാർത്ഥി വർഷവും ആചരിക്കാം. കാര്യം ആ പ്രോസസ്സ് അങ്ങനെയാണ് പോണത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതായത് നമ്മൾ കാണിക്കുന്ന കാരുണ്യ പ്രവൃത്തികൾ, ഇവിടെ എന്തോ കാരുണ്യ പ്രവൃത്തികളെല്ലാം കുറവാണ്, എന്താ പിന്നെ മനുഷ്യാവതാരം ചെയ്തേക്കാം എന്ന് വിചാരിച്ച് സംഭവിച്ചൊരു വിഷയമല്ല. കാരുണ്യപ്രവൃത്തിയുടെ മനുഷ്യരാശി കാരുണ്യപ്രവൃത്തി കുറഞ്ഞത് കൊണ്ടല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു രക്ഷണീയമായ കൃത്യം പൂർത്തിയാക്കിയത്, മനുഷ്യാവതാരം ചെയ്തത് എന്തിനാണ്? മനുഷ്യൻ്റെ രക്ഷയാണ് അവിടുത്തെ വിഷയം, ആത്മരക്ഷ. ഈ ആത്മരക്ഷയെക്കുറിച്ച് കമാന്ന് മിണ്ടാതെ നമ്മൾ അഭയാർത്ഥികളെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രഘോഷിക്കപ്പെടുന്നത് ഒരു സാമൂഹിക മാനവിക സുവിശേഷമാണ്, മാനവിക മഹത്വത്തിൻ്റെ സുവിശേഷമാണ്. അത് ഒരു അതായത് അഫ്ലുവൻസ് ഗോസ്പൽ, അതായത് ധനത്തിൻ്റെ സുവിശേഷമെന്നും പറഞ്ഞ് പ്രഘോഷിക്കപ്പെടുന്നില്ലേ, സമ്പത്തിൻ്റെ സ്വത്തിൻ്റെ സുവിശേഷം. ഈ സ്വത്തിൻ്റെ സുവിശേഷം സമ്പത്തിൻ്റെ സുവിശേഷം പോലെ ആത്മരക്ഷയെ അപകടമാക്കുകയും മാനുഷികമായ വിഷയങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ആത്മരക്ഷയെക്കുറിച്ച് കമാന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോഴേ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്. ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആത്മരക്ഷ അവതാളത്തിലാകും. അഥവാ ക്രിസ്തുവിന് പകരം
സ്വീകരിക്കുന്ന പകരം കാരുണ്യ പ്രവർത്തികൾ ചെയ്താൽ മതിയെന്നുള്ള ധാരണ ലോകത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അപസുവിശേഷവൽക്കരണത്തിൻ്റെ അടയാളങ്ങളാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ